അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന സമയം ഇവിടെ ഇന്ന് ചർച്ചയ്ക്ക് വിഷയീഭവിച്ച ജാതിരഹിത ഭാരതം നമ്മുടെ ലക്ഷ്യമെന്ന ഇന്ന് ആ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്ന കാര്യത്തിന്മേൽ എനിക്കുള്ള വലിയ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ മാത്രം രേഖപ്പെടുത്താം. പ്രധാനമായി അദ്ദേഹം മറ്റാരും പരാമർശിക്കപ്പെടാത്ത ചില വിഷയങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. ഇതിലെ സൂചന സ്വാതന്ത്ര്യം ലഭിച്ച് 10-78 വർഷമായിട്ടും യഥാർത്ഥ പിന്നോക്കമായ ദരിദ്രർ ഏതു വിഭാഗത്തിലായാലും അവഗണിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ അർഹമായ ആനുകൂല്യം അർഹമായവർക്ക് കിട്ടുന്നില്ല എന്നാണ് വിവക്ഷ. അപ്പം ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് അതേപോലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ പ്രൊഫസർ രാധാകൃഷ്ണൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചു എങ്ങനെ ഇതിലേക്ക് പോകാൻ പറ്റും, അദ്വൈതത്തെക്കുറിച്ചും ജാതി വ്യവസ്ഥ മാറ്റുന്നതിനെക്കുറിച്ചും ഒരേ ജാതി ഒരേ ചിന്ത ഇതെല്ലാം ഉണ്ടാവണം, സമഭാവന ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഹൗ ടു റീച്ച് ദർ, എങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഉപായം അല്ലെങ്കിൽ സ്ട്രാറ്റജി ഇതിൻ്റെ ഭാഗമായിട്ടില്ല എന്നും സൂചനയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ സമയം അധികമെടുക്കാതെ എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുക. ഇവിടെ വള്ളികുന്നത്ത് അദ്വൈത സഭ ആരംഭിച്ചതിന് 4 വർഷങ്ങൾക്ക് ശേഷം 64ാമത് കാഞ്ചിക്കോടി മഠാധിപതിയുടെ നേതൃത്വത്തിൽ മഠത്തിൻ്റെ നേതൃത്വത്തിൽ അദ്വൈത സഭയുണ്ടായി ദേശീയ തലത്തിൽ. അത് പലവട്ടം നമ്മുടെ ഇവിടെ വള്ളികുന്നത്ത് ആരംഭിച്ച ആ പ്രവർത്തനങ്ങൾക്ക് അപ്പുറമായി അവർ ശ്രദ്ധ ഊന്നിയിരുന്നത് പരമ്പരാഗതമായ രീതിയിലുള്ള വേദപഠനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ലക്ഷ്യമിട്ടാണ്. കുറേ നാളത് വർക്ക് ചെയ്തു. അതിനുശേഷം പ്രാദേശിക തലത്തിലും അത് പ്രവർത്തനം നടത്തി, ഇപ്പോഴും നടത്തുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും നമുക്ക് ഇവിടെ ശ്രീ നീലകണ്ഠ തീർത്ഥവാദർ അദ്ദേഹം ശ്രീ ഗോവിന്ദനുണ്ണിത്താൻ്റെ അറമ്പിൽ വീട്ടിൽ ഉണ്ണിത്താൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോ എന്ന് വേണം പറയാൻ. കാരണം സ്ഥലമില്ലെങ്കിൽ പണമില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ആ മഹത്വക്കളുടെ മുന്നിൽ ഞാൻ ഒരു നിമിഷം അഞ്ജലിബദ്ധനായി നിൽക്കുന്നു. ആത്മീയവും വൈജ്ഞാനികവുമായ സാമൂഹ്യ ജീവിതക്രമം ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആ അന്തരം ഇതൊക്കെ ചുറ്റിക്കൊണ്ട് വരിക എന്നുള്ള ലക്ഷ്യം ആയിരുന്നു ഒരുപക്ഷെ നമ്മളെ ഗുരുതുല്യല്ല ഗുരുക്കന്മാരുടെ ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുട്ടി പിറന്നു വീഴുന്ന കുട്ടിയുടെ ജാതി ഏതാണ്, മതമേതാണ് എന്ന് ചോദിക്കപ്പെടുന്ന അവസരത്തിൽ തന്നെ ഇവിടെ ജാതി നിയമപരമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ്. പുതിയ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയതല്ല 2020 ശേഷം ഇപ്പം 25 കേരളത്തിൽ പ്രാവർത്തികമാക്കിയ പുതിയ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം നൽകുവാനായിട്ടുള്ള അവർക്ക് അവകാശപ്പെട്ടതാണ്. അതിനുള്ള പാഠ്യക്രമങ്ങൾ ആയി വരികയാണ്. അങ്ങനെയാകുമ്പോൾ 3 വയസ്സായി ആകുന്ന ഒരു കുട്ടിയോട് തന്നെ നീ ഏത് ജാതിയാണെന്ന് എഴുതാൻ ജാതിയിൽ പോകണം, കാസ്റ്റ് ഏതാണ്, കമ്മ്യൂണിറ്റി ഏതാണെന്ന് എഴുതുക. പിന്നെ എങ്ങനെ ജാതി ഉന്മൂലനം ചെയ്യുന്നത്? ജാതി ഉന്മൂലനം ചെയ്ത് ജനിച്ചു വീണ കുട്ടിയോട് ചോദിക്കാം, നിർബന്ധമായിട്ട് എഴുതണം, ആരാ പേരൻസ് എഴുതണം ജാതി ഏതാ മതം ഏതാണെന്നുള്ളത്. അത് എവിടം വരെ തുടരുക? ഇവിടെ നേരത്തെ വേദിയിൽ നിന്ന് സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞു, പേര് ഓർമ്മയില്ല, ശവസംസ്കാരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ വർഗത്തിനും ഓരോ വംശത്തിനും പ്രത്യേകമായ ശവക്കല്ലറുകളോ അല്ലെങ്കിൽ ശവദാഹം നടത്താനുള്ള സംവിധാനങ്ങളോ ഉള്ള അവസ്ഥ. അപ്പം
കൺസീവ് ചെയ്യുന്ന ഇനി വരാനുള്ള കാര്യമേ ഉള്ളൂ. കൺസീവ് ചെയ്യുന്ന സമയം അതുകൊണ്ട് കൺസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞു. വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നായരെത്ര, പുലയെത്രയ, പറയെത്രയ, ബ്രാഹ്മണനെത്രയ, എല്ലാവർക്കും പ്രത്യേകമായ വിവാഹ സംവിധാനങ്ങളും അതിനുവേണ്ടിയുള്ള ഉത്തരമായ വരനെ വധുവിനെ തേടിക്കൊണ്ടുള്ള പരസ്യങ്ങളാണ് നമ്മൾ പത്രത്തിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ചരിത്രപരമായ ഒരു കാര്യം എല്ലാം ഇതിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രപരമായ കടന്നുകൂടിയിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആണ് നമ്മളുടെ സംവരണം എന്ന സമ്പ്രദായം ആദ്യത്തെ ഭരണഘടന ഉണ്ടായതിനു ശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ ഭരണഘടനയുടെ അമെൻമെന്റ് കൂടെ 10% സർക്കാർ ജോലികളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികളിൽ റിസർവേഷൻ സമ്പ്രദായം എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്ക് ഏർപ്പെടുത്തുന്നു. ഇത് അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ആരാണ് തുടങ്ങി വെച്ച വില്യം ഹണ്ടർ എന്ന് പറയുന്ന വ്യക്തി. ആരായിരുന്നു അയാൾ? തുടങ്ങിയത് 1882 വില്യം ഹണ്ടറും അന്നത്തെ ജ്യോതിരായ ഫുലെ, ഫുലെ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടെ അദ്ദേഹം കൊണ്ടുവന്നാണ് ജാത്യാടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ സമ്പ്രദായം കൊണ്ടുവന്നത്. ഇതെല്ലാം ലിങ്ക് വിത്ത് ഈ ജാതി വ്യവസ്ഥയെ രൂഢമൂലമായി മനുഷ്യ മനസ്സുകളിൽ നിരന്തരം സ്ഥാപനവൽക്കരിച്ചു, ലീഗലൈസ് ചെയ്തു, ഭരണഘടനയ്ക്ക് അനുസൃതമായി. ഇത് തുടക്കമിട്ടത് ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇവിടെയുള്ളവരെ ഭിന്നിച്ചു ഭരിക്കാമെന്ന്. പറയനെയും പുലയനെയും നായരെയും ബ്രാഹ്മണനെയും ഒക്കെ വ്യത്യസ്തങ്ങളായ കണ്ണുകളിലൂടെ കണ്ട് അവരെ തമ്മിൽ പോരടിപ്പിച്ച് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്ത്? ആ റിസർവേഷൻ സമ്പ്രദായം. ആർക്ക് വേണ്ടി? വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ 902 വരുമ്പോഴത്തേനും കോലാപ്പൂരിലെ മഹാരാജാവ് അദ്ദേഹം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും ബ്രാഹ്മിൺസിനും മാത്രമായിട്ട് റിസർവേഷൻ കിട്ടുന്നു. തീർന്നില്ല. 909 വീണ്ടും ലിമിറ്റഡ് റിസർവേഷൻ, അതിനൊരു ആക്ട് ഉണ്ടാക്കി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അത് 932 വരെ പല മാറ്റങ്ങൾ സംഭവിച്ചു. അവസാനം 32 വന്ന പൂന ആക്ടിനകത്തും ശരിക്കും അന്ന് ഗാന്ധിയും അംബേദ്കറും കൂടെ സംയുക്തമായിട്ട് ഒറ്റ ഇലക്ടറേറ്റിലൂടെ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് ഒരു ഇലക്ടറേറ്റ് ഉണ്ടായി. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന റെപ്രസെന്റേഷൻ ഇന്ന് ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെട്ട് അസംബ്ലിയിലേക്ക് വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഡിപ്രസ് ക്ലാസ്സിനേക്കൂടെ ഉൾക്കൊള്ളിക്കുന്ന തരത്തിൽ ആ ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഗാന്ധിയുടെയും അത് അംബേദ്കറുടെയും ഒരു ശ്രമഫലമായിട്ടാണ്. അതൊക്കെ ഇരിക്കട്ടെ. ഈ 950 കൊണ്ടുവന്ന ഒന്നാം ഭരണഘടന ഭേദഗതി, അതേ തുടർന്ന് പിന്നീട് വന്ന ഏറ്റവും പ്രധാനമായ ഭേദഗതി എന്ന് പറയുന്നത് 93rd അമെൻമെന്റാണ്. ഈ 93rd അമെൻമെന്റിൽ എന്താ സംഭവിച്ചത്? മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ടോട്ടൽ റിസർവേഷൻ അതുവരെ ഉണ്ടായിരുന്ന 22% ഉണ്ടായിരുന്ന റിസർവേഷൻ ഓൾ ടുഗദർ വെന്റ് അപ്പ് ടു 49.5, 49.5% റിസർവേഷൻ സമ്പ്രദായത്തിലേക്ക് പോയി. വീണ്ടും നമുക്കറിയാം 103ാമത്തെ അമെൻമെന്റ് ഇപ്പം 2019 എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം 59% റിസർവേഷനാണ്. ഏതടിസ്ഥാനത്തിലാണ്? പിറന്നു വീഴുന്ന കുട്ടി സ്കൂളിൽ ചേരുമ്പോൾ, കോളേജിൽ ചേരുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ജാതി, മതം. മരിച്ചു കഴിഞ്ഞാൽ ജാതി, മരിക്കുന്നതിന് മുമ്പ് ജാതി, പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ജാതി, അച്ഛൻ്റെ അമ്മയുടെ സ്വത്തവകാശം, പിന്തുടർന്നാവകാശം ജാതി അടിസ്ഥാനത്തിൽ. ഈ ചലഞ്ച് എങ്ങനെ ഏറ്റെടുക്കും? ഇതില്ലായ്മ ചെയ്യാൻ പറ്റും. വളരെ കാതലല്ല. ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് എ തിങ് വി ഹാവ് ടു ഡിസ്കസ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പ്രവേശനത്തിന് വേണ്ടിയിട്ട്
സ്റ്റേറ്റ് സിലബസും മറ്റേ സെൻട്രൽ സിലബസുമായിട്ടുള്ള വ്യത്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുല അപ്ലൈ ചെയ്തപ്പോഴാണ് ഇത്തവണത്തെ പ്രശ്നങ്ങളുണ്ടായി. എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. കറക്ഷൻ ഫാക്ടർ എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഇതേപോലെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് 11 വ്യത്യസ്തങ്ങളായ ഘടകങ്ങളെ കണ്ടെത്തിയിട്ടാണ് അവരെ എന്ത് ചെയ്ത് 3000 ശിഷ്ടം ജാതി വിഭാഗങ്ങൾക്ക് സംവരണത്തിന് അവകാശമുണ്ടെന്നുള്ള കണ്ടെത്തൽ നടത്തി. 11 ഫാക്ടേഴ്സ്. അതേപോലെ ജോലിക്ക് വിദ്യാഭ്യാസ മേഖലയിലെ ഒക്കെ അധസ്ഥിതരായ വർഗത്തിലുള്ള ആൾക്കാർക്ക്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുവാനായിട്ട് അവർക്ക് കിട്ടിയ സ്കോറുകൾ അല്ലെങ്കിൽ മാർക്കുകൾ അതിനെ കൂടെ ഇതിനോട് മേർജ് ചെയ്ത് അതിനൊരു ഫാക്ടർ കണ്ടെത്തി, കൺവേർഷൻ ഫാക്ടർ അത് കണ്ടെത്തി അത് അപ്ലൈ ചെയ്ത് ജാതിയുടെ മുഖമില്ലാതെ തന്നെ എന്നാൽ ജാതിക്ക് അനുസൃതമായി പിന്നോക്കാവസ്ഥയുടെ ഡിപ്പെൻഡൻസ്, ബാക്ക്വേർഡ്നെസ് ഇതിനെ കണക്കാക്കിക്കൊണ്ട് ഒരു ഫാക്ടർ ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു അനാലിസിസ് വഴി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും പ്ലാനേഴ്സിൻ്റെയും സഹായം ഏറ്റെടുത്തുകൊണ്ട് സഹായം തേടിക്കൊണ്ട് അങ്ങനെ ഒരു ഫോർമുല ശരിക്കും പറഞ്ഞാൽ ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു. ഇതൊരു നമ്മൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. അതിനൊരു കറക്ഷൻ ഫാക്ടർ കൊണ്ടുവന്ന് ഏകീകരിക്കുവാനായിട്ടുള്ള ശ്രമം നടത്താൻ നമുക്ക് തയ്യാറാകണം. ഇത് നമ്മൾ അമേരിക്കയെ നോക്കി കഴിഞ്ഞാലും ഇംഗ്ലണ്ടിനെ നോക്കി കഴിഞ്ഞാലും ഫ്രാൻസിനെ നോക്കിയാലും ചൈനയെ നോക്കിയാൽ പോലും അവിടെ ഇല്ലാത്തൊരു സംഭവമാണിത്. അവിടെ നിന്നും ഇത് ഇങ്ങനെയൊരു ഇന്ത്യയിൽ നടക്കുന്ന പോലുള്ള രാഷ്ട്രീയക്കാരുടെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് അവരുടെ വോട്ട് ബാങ്ക് തേടിയുള്ള പ്രയാണത്തിന് അധസ്ഥിതനാക്കി കിട്ടുന്നതല്ല, പാവപ്പെട്ടവരിൽ നിന്നും പാവപ്പെട്ടവരായിരിക്കുകയും 1ാം തലമുറയിലെ ആൾക്കാർക്ക് ആനുകൂല്യം കിട്ടിയാൽ പിന്നെ അവൻ ആജീവനാന്തം അവന്റെ ഫാമിലി കുടുംബം ആൾക്കാർ ആ സൗകര്യം സുഖം അനുഭവിക്കുകയും എന്നാൽ പിന്നെ അത് താഴെത്തട്ടിലേക്ക് പെർക്കലേറ്റ് ചെയ്യാതിരിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് കൊണ്ട് ഒരു UK ഇക്വിറ്റി ആക്ട് ഉണ്ട്. എല്ലാവർക്കും തുല്യമായ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇക്വിറ്റി ആക്ട് 2010 കൊണ്ടുവന്നതാണ്. അപ്പം അതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. മെറിറ്റോക്രസി ആയിരിക്കണം നമ്മുടെ ഉദ്ദേശം. ചൈന എപ്പോഴും അപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് മെറിറ്റോക്രസി. മെറിറ്റ് അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ. അതേസമയം ആ ഗോത്രവർഗങ്ങളിലെയും മറ്റ് അധസ്ഥിത വർഗങ്ങളെയും കൂടെ ഉൾക്കൊള്ളിക്കുവാനായിട്ടുള്ള നടപടികൾ അഫർമേറ്റീവായിട്ട് നടപടികൾ ശരിക്കും പറഞ്ഞാൽ അവർ സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അഫർമേറ്റീവ് ആക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക എടുത്തു കഴിഞ്ഞാലും ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാലും ജപ്പാൻ എടുത്തു കഴിഞ്ഞാലും ചൈന എടുത്തു കഴിഞ്ഞാലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വാസത്തോടെ അപ്രൂവലം നമ്മുടെ ചിന്തകളുടെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷ്യസ് മുതൽ പ്ലാറ്റോൺ മുതൽ അരിസ്റ്റോട്ടിൽ മുതൽ എല്ലാവരും ഈ മെറിറ്റോക്രസിയെ അംഗീകരിക്കുന്ന ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് അവിടെ നടത്തുന്നത്. അപ്പൊ നമുക്ക് ഏത് തലത്തിൽ നോക്കി കഴിഞ്ഞാലും നമുക്ക് ആ മെറിറ്റോക്രസിയിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു നീക്കം ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട ഇതിൻ്റെ സംഘാടകരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എൻ്റെ സുഹൃത്ത് ശ്രീ രാമൻ നായർജി ഉണ്ട്. രാമൻ നായർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് എനിക്ക് ഈ പെട്ടെന്നുള്ള ഒരു ക്വിക്ക് റെസ്പോൺസ് എന്ന രീതിയിൽ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. വി ഷുഡ് ഫോക്കസ് ഓൺ ദ മെറിറ്റോക്രസി. അത് യാതൊരു കാരണവശാലും ഇന്ത്യയുടെ പ്രവർത്തനക്ഷമതയുടെ അതായത് കാര്യക്ഷമത, എഫിഷ്യൻസി ഓഫ് ദ ഗവൺമെന്റ്, എഫിഷ്യൻസി ഓഫ് ദ സർവീസസ് ഡെലിവേർഡ് ടു ബി ഡെലിവേർഡ് ബൈ ദ ഗവൺമെന്റ്, അതിന് കോട്ടം വരാതെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടി സഹായിക്കുന്ന കാര്യങ്ങൾ അത് കൊണ്ടുവരാൻ ഈ മെറിറ്റോക്രസി തിരിച്ചു കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അതിനേക്കുള്ള ശ്രമം നടത്തുവാനായിട്ട് അദ്വൈത സമിതിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.